പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ. പഴയ എഞ്ചിനുകൾക്ക് ഇതൊരു ഭീഷണിയാണെങ്കിൽ ഇതിന് പരിഹാരമായി കമ്പനികൾ മുന്നോട്ടുവയ്ക്കുന്ന സാങ്കേതികവിദ്യയാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ. എന്താണ് ഈ സംഗതി എന്ന് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒന്നിലധികം ഇന്ധനങ്ങളിലോ അല്ലെങ്കിൽ അവയുടെ മിശ്രിതത്തിലോ ഓടിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ. അതായത് വെറും പെട്രോളിലോ അല്ലെങ്കിൽ 85% വരെ എഥനോൾ കലർത്തിയ മിശ്രിതത്തിലോ ഒരേപോലെ വണ്ടി ഓടിക്കാൻ ഇതിന് സാധിക്കും. ഇതിനായി എഞ്ചിനിൽ പ്രത്യേക സെൻസറുകളും മാറ്റം വരുത്തിയ ഫ്യൂവൽ സിസ്റ്റവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും പരിസ്ഥിതി മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. കൂടാതെ എഥനോൾ ഉൽപ്പാദനം കൂടുന്നതോടെ ഇന്ധനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഈ സാങ്കേതികവിദ്യ വർഷങ്ങളായി വൻ വിജയമാണ്. പക്ഷേ ചില വെല്ലുവിളികളും ഇതിലുണ്ട്. സാധാരണ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ചിലവ് കൂടുതലായതുകൊണ്ട് വണ്ടികളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ എഥനോളിന്റെ അളവ് കൂടുമ്പോൾ മൈലേജ് കുറയുന്ന പ്രശ്നവും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ ഭാവിയിൽ നമ്മുടെ റോഡുകളിൽ ഇത്തരം വണ്ടികൾ സർവ്വസാധാരണമാകും. ടൊയോട്ടയും മാരുതിയും ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനോടകം തന്നെ ഇത്തരം വണ്ടികൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ സാധാരണക്കാരന് ഇതെത്രത്തോളം ലാഭകരമാകും എന്നത് കണ്ടറിയണം. ഈ പുതിയ സാങ്കേതികവിദ്യയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളൊരു ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടി വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. വണ്ടി വിശേഷങ്ങൾക്കായി മോട്ടോർ പീടിക പിന്തുടരുക.